പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയാണ് നമുക്ക് വേണ്ടിയിട്ട് അനുദിനം മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട്. ആ അനുഗ്രഹത്തിൽ ആണ് മുന്നോട്ട് കടന്നു പോകുന്നത്. ഈ ദിവസം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടുവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേ. ഇന്നത്തെ നിയോഗം ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന വളരെയധികം പേരുണ്ട്. മറ്റു പല കാര്യങ്ങളിലും ആണ് അവർ ശ്രദ്ധ കൊടുക്കുന്നത്, ജീവിതത്തിൻ്റെ ശ്രദ്ധ മുഴുവനും. അങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കിന്ന് വിട്ടുകൊടുക്കാം. ഈ പ്രഭാതത്തിലും ഈ ദിവസം മുഴുവനും അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണമേ എന്നാണ് നമ്മുടെ നിയോഗവും പ്രാർത്ഥനയും. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. പഴയ നിയമ പുസ്തകത്തിൽ നിന്നുള്ളൊരു വായനയാണ്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ എന്താണ് എന്നോട് ഇന്ന് പറയുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ശ്രവിക്കാം. മക്കബായക്കാരുടെ പുസ്തകത്തിൽ, രണ്ടാമത്തെ പുസ്തകത്തിൽ നിന്ന് 8-ാമത്തെ അധ്യായത്തിൽ 12 മുതലുള്ള വചനമാണ് നാം ഇന്ന് ശ്രവിക്കാൻ പോവുക. നിക്കാനോറിൻ്റെ പടയേറ്റത്തെക്കുറിച്ച് അറിവ് കിട്ടിയ ഉടനെ യൂദാസ് അനുയായികളെ വിവരം ധരിപ്പിച്ചു. അവരിൽ ഭീരുക്കളും ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ലാത്തവരുമായവർ പലായനം ചെയ്തു. മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ചിരിക്കുന്ന വസ്തുവകകൾ വിറ്റ് യുദ്ധത്തിന് മുമ്പ് തന്നെ തങ്ങളെ വിറ്റുകിട്ടിയ അധർമ്മിയായ നിക്കാനോറിനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു. തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു. മക്കബേയൂസ് 6000-ഓളം വരുന്ന തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ശത്രുക്കളെ ഭയപ്പെടുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിരുടെ
സൈന്യ ബാഹുല്യം കണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതിയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്ദിതമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവ്വം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവമായ കർത്താവിന് സ്തുതി. വളരെ വ്യക്തമായും ശക്തമായും മക്കബായക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ യൂദാസ് തൻ്റെ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യുദ്ധത്തിനായിട്ട് തയ്യാറായി കടന്നു വരുന്നവർ, യുദ്ധമുഖത്തുണ്ടായിരുന്ന പലരും വിട്ടുപോകുന്നു. അവർക്ക് ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ല. ഒരു പലായനം ചെയ്തു. അവരിൽ പലരും ഭീരുക്കളായിരുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് വളരെയധികം പേര് സഹായിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ പോലും 6000-ഓളം വരുന്ന തൻ്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടിയിട്ട് മക്കേബീസ് പറയുന്നുണ്ട്, ശത്രുക്കളെ ഭയപ്പെടുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിരുടെ സൈന്യ ബാഹുല്യം കൊണ്ട് പരിഭ്രമിക്കുകയോ ചെയ്യരുത്. വിജാതിയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചു, അത് ശരിയാണ്. നിന്ദിതമായ നഗരത്തെ പീഡിപ്പിച്ചു, തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചു. ഇതൊന്നും ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്താണ്? ധൈര്യപൂർവം നിങ്ങൾ പോരാടുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അതികഠിനമായ പല കാര്യങ്ങളും കടന്നു വരും. മക്കേബീയൂസും അവൻ്റെ പോരാളികളും പറഞ്ഞതുപോലെ ഇതുപോലുള്ള ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്ന വളരെയധികം പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മെ അവഹേളിക്കുന്നവർ, വചനം പ്രഘോഷിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവർ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ട് അതിനെ കുറ്റം പറയുന്നവർ, വിശുദ്ധ ബലിയെ അവഹേളിക്കുന്നവർ, ഓരോ പ്രവർത്തനങ്ങളും, ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എത്ര നന്മയുണ്ടെങ്കിലും ആ നന്മ കാണാതെ നന്മയിൽ നിന്ന് അകന്നു നിന്ന് അവഹേളിക്കുന്ന എത്രയോ വ്യക്തികൾ, സമൂഹങ്ങൾ, എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ. ഇവരെല്ലാം അവഹേളിക്കുന്നതിനൊരു കാരണമുണ്ട്. കാരണം അവരാഗ്രഹിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ കടന്നു പോവുക. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും അവർ ഈ ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. ഇന്നും ഈ കാലഘട്ടത്തിലും ആയുധത്തിലും സാഹസകൃത്യങ്ങളിലുമല്ലേ പല മനുഷ്യരും ആശ്രയിക്കുന്നത്. തനിക്ക് ശക്തിയുണ്ട്, തൻ്റെ കയ്യിൽ തോക്കുണ്ട്, തൻ്റെ കയ്യിൽ പണമുണ്ട്, തൻ്റെ കയ്യിൽ അധികാരമുണ്ട്. അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ചിന്തയിൽ അവരെ അടിച്ചമർത്താൻ പലർക്കും സാധിക്കുന്നുണ്ട്. അധികാരമുണ്ടെങ്കിൽ അടിച്ചമർത്താൻ പറ്റും, പണമുണ്ടെങ്കിൽ അടിച്ചമർത്താൻ പറ്റും, അല്ലെ കുറച്ച് പേര് കൂടെ ഉണ്ടെങ്കിൽ അടിച്ചമർത്താൻ പറ്റും എന്ന ഒരു തെറ്റിദ്ധാരണ എത്ര നാൾ ഈ പറയുന്ന വ്യക്തികൾക്ക് അല്ലെ സമൂഹത്തിന് അടിച്ചമർത്താൻ പറ്റും? ഒരിക്കലും അത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. അതുമാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട്
വളരെയധികം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് കടന്നു വരും. ഒരു നിമിഷ നേരം മതി പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റാനായിട്ട്. വചനം പറയുകയാണ്, ഇങ്ങനെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഒരു സെക്കൻഡ് മതി ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. അങ്കുലി ചലനം ഒന്നനങ്ങിയാൽ മതി, ഈ ലോകത്തെ തറപറ്റിക്കാൻ പറ്റില്ലേ? ഒന്നനങ്ങിയാൽ മതി, ഈ പറഞ്ഞവരുടെ അധികാരമെല്ലാം പോവില്ലേ? ഒന്നനങ്ങിയാൽ മതി, ഇവരുടെ ശക്തി ആയുധങ്ങളെല്ലാം നശിച്ചു പോകാൻ. അപ്പോൾ ദൈവം അത്രമാത്രം ശക്തനാണ്, അത്രമാത്രം ചെയ്യാനായിട്ട് സാധിക്കുന്നവനാണ് എന്ന ബോധ്യം നഷ്ടപ്പെട്ട്, ബോധം തന്നെ നഷ്ടപ്പെട്ടവരാണ്. ബോധ്യത്തെക്കാളുപരി അവർക്കറിയാം ദൈവമുണ്ട് എന്ന്, ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവർക്കറിയാം. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്, അവരെ താറടിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ താറടിച്ചുകൊണ്ട്, അവർ ഭീരുക്കളാണ്, അവർക്കൊന്നും അറിയില്ല, അവർക്കൊന്നും ചെയ്യാനുള്ള ശക്തിയില്ല, ശക്തിയില്ലാത്തതുകൊണ്ട് അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം എന്ന ശക്തിയിലേക്ക് ആശ്രയിക്കുന്നു, സ്വന്തം ശക്തിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് അവഹേളിക്കാമെന്ന് മാത്രമല്ലാതെ ഒരിക്കലും അവർക്ക് മുന്നേറാൻ സാധിക്കില്ല. ഒരു പരിധിയില്ലേ, ആ പരിധി കഴിയുമ്പോൾ അവൻ്റെ ബുദ്ധിയും പോവും, ബോധവും പോവും, എല്ലാം പോവും. നമ്മുടെ ഭരണാധികാരികളൊക്കെ അങ്ങനെയല്ലേ? ഒരിക്കലും ഒരു നല്ല ഭരണാധികാരികളായിരിക്കാം, പിന്നീടോ അവർക്ക് പണമായി, പദവിയായി, അധികാരമായി ഇതെല്ലാം കൂടി കയറി ചെല്ലുമ്പോൾ, ദൈവത്തിൽ ആശ്രയമില്ലാതെ പോകുമ്പോൾ, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജനമല്ല അവർക്ക് പ്രധാനം, അവരാണ് പ്രധാനപ്പെട്ടത്. അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കണം, അവർക്ക് സുഖമായിട്ട് ജീവിക്കണം, സുഖമായിട്ട് മുന്നോട്ട് പോകണം. അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നില്ല. ജനത്തെ പോയിട്ട്, ഒരു വ്യക്തിയെപ്പോലെ അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. അവരെല്ലാം അശുക്കളായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട്, ഒന്നിനും കൊള്ളിയല്ലാത്തവരായി മാറ്റി നിർത്തിക്കൊണ്ട്, കൂടെ ഉള്ളവനെ പോലും തെറിപ്പിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ ഭരണാധികാരികളാണ് നമുക്കുള്ളത്. അപ്പം അങ്ങനെയുള്ള ഭരണാധികാരികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ലഭിക്കേണ്ടതായ നന്മ പോലും ലഭിക്കാതെ തിന്മയിലൂടെ കടന്നു പോകുന്ന വലിയൊരു അവസ്ഥയിലേക്ക് കടന്നു പോകും. അതാണ് മക്കബായ വിപ്ലവത്തിൽ സംഭവിച്ചത് തന്നെ. മക്കബായ വിപ്ലവത്തിലും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയവരാണവർ. ഭരണാധികാരികൾ ഇവരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ ആയുധങ്ങൾ കൊണ്ട്, അവരുടെ ഭരണ നേട്ടങ്ങൾ കൊണ്ട്, അവരുടെ പടയാളികളെ കൊണ്ട് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഒരിക്കലും അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു അങ്കുലി ചലനം മൂലം അവരെല്ലാം തറപറ്റിക്കാനായിട്ട് ദൈവത്തിന് സാധിച്ചു. കാരണം ഇവരെല്ലാം ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചവരാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കാൻ സാധിക്കട്ടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ. ഇന്നേ ദിവസം, ഈ ദിവസം, ഈ പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൽ പ്രത്യാശയോടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിലും, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും, എൻ്റെ സമൂഹത്തിൻ്റെ ജീവിതത്തിലും, ഞാൻ ആയിരിക്കുന്ന ഈ പ്രദേശത്തും ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടൂ എന്ന് നാം ഒരാൾ ചിന്തിച്ചാൽ മതി. നാം ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴും അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രത്യാശയിലേക്ക് നയിക്കുന്നവരായി മാറുന്നവരാകും അവരെല്ലാം. അവരൊന്നും ഈ ലോകത്തിൻ്റെ തന്ത്രത്തിൽ വീഴില്ല, ആയുധത്തിൽ ബലത്തിൽ വീഴില്ല, അല്ലെ പണത്തിൻ്റെ ബലത്തിൽ വീഴില്ല. പിന്നെ എന്താണ്? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇതെല്ലാം ഒന്നുമല്ലാതായിത്തീരുന്ന, നിശ്ചലമായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ പറയുന്നവരെല്ലാം ദൈവത്തിലേക്ക് കടന്നു വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ ആ ഒരു അങ്കുലിനി ചലനം നടക്കാൻ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയും നമുക്ക് ലഭിക്കും. ഈ ജീവിതം ദൈവം നമുക്ക് നൽകിയത് അതിനു വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തിയും നൽകാൻ, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെയും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നാം തനിയെ ജീവിക്കാനല്ല നമ്മെ വിളിച്ചത്. നമുക്ക് വേണ്ടി മാത്രം സുഖം അന്വേഷിച്ച് ജീവിക്കാനുള്ളതല്ല. ഈ സുഖം എത്ര നാളത്തേക്കുണ്ടാവും? കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് ഇതെല്ലാം വിട്ടിട്ട് പോകണം. മണ്ണോട് മണ്ണായി ചേരേണ്ടവരാണ് നാം. അപ്പം അതുകൊണ്ട്
ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. ഈ മണ്ണോട് മണ്ണായി ചേരാൻ പോകുന്ന കാര്യങ്ങളിലോ സാധനങ്ങളിലോ ഒന്നുമല്ല നാം ആശ്രയിക്കേണ്ടത്, പ്രത്യാശ അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് നാം കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ നമുക്ക് പ്രത്യാശയോടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പ്രഭാതം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈ ദിവസത്തെ നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. എത്രയോ പേര് കുതിരയിൽ ആശ്രയിക്കുന്നു, പണത്തിൽ ആശ്രയിക്കുന്നു, മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നു, രാജാവിൽ ആശ്രയിക്കുന്നു, ഭരണാധികാരികളിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയം വെച്ച് പോകുമ്പോൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ കിട്ടുന്നില്ല. അതുകൊണ്ട് കർത്താവായ ദൈവമേ, നിന്നിൽ മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന ബോധ്യത്തിലേക്ക് എന്നെ നീ നയിക്കണമേ. അതിനായി ഞങ്ങളിതാ നിന്നോട് തന്നെ പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യാശയിൽ വളരുന്ന വ്യക്തികളായിത്തീരാൻ ഞങ്ങൾ നീ കൃപ നൽകി അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരാൻ, ദൈവസ്നേഹത്തിൽ കടന്നു വരാൻ, പ്രത്യാശയിൽ വളരാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അതിനായി പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസ്ലിഹായെ, പൗലോസ്ലിഹായെ, യോഹന്നാൻ, തോമാസ്ലിഹ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം. മറ്റ് സ്ലിഹന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല പുണ്യവാന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരെ, വിശുദ്ധ ഉത്തരേസ്യായെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിരിക്കുന്ന സകല വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, പുണ്യവാന്മാരെ, പുണ്യവതികളെ, വന്നവരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. സകല വൃന്ദം മാലഹമാരെ, സ്രപയന്മാരെ, മുഖ്യദൂതന്മാരെ, ക്രോവേന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളോട് ചേർന്ന് ഞങ്ങളെയും പിതാവായ ദൈവത്തിലേക്ക് കൂടുതൽ ശക്തി നൽകുന്ന, ഞങ്ങളെ നയിക്കുന്ന, പ്രത്യാശയെ വളർത്തുന്ന ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ. അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം.
സ്നേഹത്തിൻ ആഴം തേടുകേ എന്തോരത്ഭുതം ക്രൂശുയാഗം മനതാരിൽ പകരുന്നു ജ്ഞാനം അങ്ങേഹിതം പുൽകുന്നു ഞങ്ങളങ്ങേഹിതം പുൽകുന്നു ദൈവസ്നേഹമെന്നുമെന്നും അനുഗ്രഹമാ സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ നിൻ കൂടെ പോരുന്നിതാ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ നിൻ കൂടെ പോരുന്നിതാ മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം വചനത്തീ മഴ പെയ്യട്ടെ ആത്മാവിൻ കനലെരിയട്ടെ ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം ഒരു യുഗം ഇത് പുതുയുഗം ഒരു യുഗം പുതുയുഗം മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം സമാപന ആശീർവാദം സ്വീകരിക്കാൻ പോകുമ്പോൾ നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ആയിരിക്കാം. എവിടെയൊക്കെ ആയിരിക്കുന്നുവോ അവിടെ കർത്താവിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കുക. ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് വൈദ്യർക്ക് ലഭിച്ചിരിക്കുന്ന ആ അധികാരമാണ് ഈ ആശീർവാദം. അത് സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം കർത്താവായ യേശു ശിഷ്യന്മാർക്ക് നൽകിയ ഒരു അധികാരമാണ്. അത് സ്ലീഹന്മാരുടെ ശ്ലൈഹിക അധികാരത്തിൽ ഇപ്പോൾ പത്രോസിൻ്റെ സിംഹാസനമായ റോമിലെ മാർപ്പാപ്പായുടെ ആ സിംഹാസനത്തിന് നമുക്ക് ലഭിക്കുന്ന, പ്രത്യേകിച്ച് അവരിലൂടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ലഭിക്കപ്പെട്ടതാണ്. വൈദികർക്ക് പ്രത്യേകമായിട്ട് ലഭിക്കപ്പെട്ട ആ കൈവപ്പ് ശുശ്രൂഷ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്ന നിമിഷമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ പ്രത്യേകിച്ച് മാർപ്പാപ്പ, മെത്രാന്മാർ, മെത്രാപൊലീത്തമാർ, കർദിനാളന്മാർ, വൈദികർ, ഇവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാത വിരുന്നിൽ നിങ്ങൾ തീർച്ചയായും കൂടുതൽ സന്തോഷവും ഊർജവും എല്ലാം ലഭിക്കുന്ന ഒരവസരത്തിലേക്കാണ് കടന്നു പോകുന്നത് ഞങ്ങൾക്കറിയാം. തീർച്ചയായും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് പ്രത്യേകം നന്ദി ഉള്ളവരാണ്. തീർച്ചയായും അത്രമാത്രം ഞങ്ങളോട് കടപ്പെട്ടവരാണ്. അപ്പോൾ നിങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവർ. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. തീർച്ചയായും പ്രേക്ഷകരാണല്ലോ തീർച്ചയായും ഒരു ചാനലിനെ വളർത്തിക്കൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ടി വിയെ വളർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ഇനിയും ആരോടെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഡിവൈൻ ഗുഡ്നസ് ടി വിയിൽ എല്ലാ പ്രവർത്തനങ്ങളെയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകിച്ച് പ്രഭാത വിരുന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം, പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, സമയമൊക്കെ പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും അവർ കാണാനായിട്ട് കടന്നു വരും. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവർക്കും പങ്കുവയ്ക്കുക. നിങ്ങൾക്ക് വചനത്തിലൂടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രഭാതത്തിലൂടെ ലഭിക്കുന്നത്
തീർച്ചയായും കൂടുതൽ നന്മയിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് രാവിലെ തന്നെ ഒന്ന് വിളിച്ചു പറയുക, നാളെ ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, എല്ലാ ദിവസവും ഇന്ന സമയത്തൊരു പ്രോഗ്രാമുണ്ട് എന്ന് നമുക്ക് വിളിച്ചു പറയാൻ പറ്റുമ്പോൾ അല്ലെ അവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ അവരെയും നമ്മുടെ സമൂഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്കായിട്ട് തീർച്ചയായും ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ലഭിക്കാനായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ വളരെയധികം പേര് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അവരുടെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡിവൈനിൽ മരിയം കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വളരെയധികം പേരുണ്ട്. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അയച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും അവർക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രഭാതം ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം, അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി, പ്രത്യാശയിൽ വളരാൻ നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി.